CSI ദക്ഷിണ കേരള മഹായിടവകയുടെ അഭിമാന പദ്ധതിയായ നമ്മുടെ മംഗല്യ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികം ആഘോഷിക്കുന്ന സുദിനത്തിൽ 11ാമത് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഓഗസ്റ്റ് മാസം 15-ാം തീയതി ശനിയാഴ്ച രാവിലെ CSI കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് അഭിവന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ദക്ഷിണ കേരള മഹായിടവക സ്ത്രീജനസഖ്യം പ്രസിഡന്റ് ആദരണീയായ ബീന പ്രിൻസ്റ്റൺ ബിഷപ്പമ്മയുടെ മുഖ്യ നേതൃത്വത്തിലും ദക്ഷിണ കേരള മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ MLA സർ ജനറൽ കൺവീനറായും മംഗല്യ ശുശ്രൂഷ സംഘടിപ്പിക്കപ്പെടുന്നു. ദക്ഷിണ കേരള മഹായിടവകയിലെ ഔദ്യോഗിക ഭാരവാഹികളായ വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ ഗിൽബർട്ട് ജോസ് അച്ഛൻ, ജോയിന്റ് വൈസ് ചെയർമാൻ റവറൻ സെബാസ്റ്റ്യൻ അച്ഛൻ, ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് അച്ഛൻ, പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവറൻ ഡോക്ടർ ജയരാജ് അച്ഛൻ, മഹായിടവകയിലെ മറ്റ് ഭാരവാഹികൾ, മഹായിടവക സ്ത്രീജനസഖ്യം ഭാരവാഹികൾ, മഹായിടവക മംഗല്യ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ മംഗല്യ 2026 ശുശ്രൂഷ സംഘടിപ്പിക്കപ്പെടുന്നു. CSI മോഡറേറ്റർ മോസ്റ്റ് റവറൻ ഡോക്ടർ രൂപൻ മാർ തിരുമേനി, മുൻ മോഡറേറ്റർ മോസ്റ്റ് റവറൻ ധർമ്മരാജ് റസാലം തിരുമേനി, ഷെർലി റസാലം ബിഷപ്പമ്മ, ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റവറൻ ഫ്രാൻസിസ് തിരുമേനി, റൈറ്റ് റവറൻ ജോസ് തിരുമേനി, ഡിസ്ട്രിക്ട് ചെയർമാൻമാർ, വൈദിക ശ്രേഷ്ഠർ എന്നിവയുടെ മുഖ്യ സാന്നിധ്യത്തിലും ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സർ, ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ സർ, ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ PC ജോൺ സർ, വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ തുടങ്ങിയ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും സഭ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക നേതൃത്വത്തിന്റെ ആശംസകളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങി 11ാമത് മംഗല്യ ശുശ്രൂഷ 2026 സംഘടിപ്പിക്കപ്പെടുകയാണ്. 8 വധൂവരന്മാർ പ്രാർത്ഥനയോടുകൂടെ മംഗല്യ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. 2016 അഭിവന്യ ധർമ്മരാജ് റസാലം തിരുമേനിയും ഷെർലി റസാലം ബിഷപ്പമ്മയും പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഈ മഹനീയ പദ്ധതിയിലൂടെ 126 ക്രിസ്തീയ കുടുംബങ്ങൾ രൂപീകരിക്കുന്നതിന് ദക്ഷിണ കേരള മഹായിടവകയുടെ സപ്ത പദ്ധതിയിലായ മംഗല്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. മഹായിടവകയിലെ ഓരോ അംഗങ്ങളുടെയും പ്രാർത്ഥനയും സഹായവും സഹകരണവും ഇതിൽ പിന്നിൽ അതിശക്തമായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി മാറുവാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മംഗല്യ എന്നത് ഒരു വിവാഹ ശുശ്രൂഷ മാത്രമല്ല, അതിനുശേഷവും ഈ കുടുംബങ്ങളെ കൈത്താങ്ങുന്ന കരുതലിന്റെ ഒരു ശുശ്രൂഷ കൂടെയാണ്. രോഗങ്ങളിലും പ്രതിസന്ധികളിലും ഈ കുടുംബങ്ങളെ താങ്ങായി തണലായി ഈ മഹനീയ ശുശ്രൂഷ മാറുകയാണ്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ കുശവന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ടാക്കുകയും ആ പാത്രം ചീത്തയായി പോവുകയും തുടർന്ന് അതിമനോഹരമായ മറ്റൊരു പാത്രമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതുപോലെ തകർന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കുടുംബങ്ങളിൽ സന്തോഷമായി, സമാധാനമായി, കരുതലായി മാറുവാൻ ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മംഗല്യ എന്നത് ദക്ഷിണ കേരള മഹായിടവകയുടെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ഈ മഹനീയ വിവാഹ ശുശ്രൂഷയിലേക്ക് CSI ദക്ഷിണ കേരള മഹായിടവകയിലെ വൈദികർ, സഭാ ശുശ്രൂഷകർ, വിമൺ വർക്കേഴ്സ്, മഹായിടവകയിലെ വിവിധ ബോർഡുകളുടെ ഭാരവാഹികൾ, മഹായിടവക കൗൺസിൽ അംഗങ്ങൾ, ഡിസ്ട്രിക്ട് കൗൺസിൽ ഭാരവാഹികൾ, സഭാ കമ്മിറ്റികൾ, മഹായിടവക സ്റ്റാഫ് അംഗങ്ങൾ, മഹായിടവകയിലെ വിവിധ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങൾ, അൽമായർ, സ്ത്രീജനസഖ്യ ഭാരവാഹികൾ, സഭാ അംഗങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മംഗല്യയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, പങ്കാളികളാകാം.